കുളത്തൂപ്പുഴയിലെ വനമ്യൂസിയത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് നിലവിൽ നടക്കുന്ന അനാവശ്യ സമരമെന്ന ആരോപണവുമായി വനസംരക്ഷണ സമിതി രംഗത്ത്. വനമ്യൂസിയത്തിന്റെ വികസനത്തെ അട്ടിമറിക്കാനുള്ള ഗൂഢനീക്കത്തിനു പിന്നിൽ പ്രവർത്തിക്കുന്നവർ വികസന വിരോധികളാണെന്നും വനസംരക്ഷണ സമിതി പ്രസിഡന്റും കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ കെ അനിൽകുമാർ ആരോപിച്ചു. നാട്ടിൽ എവിടെ ഒരു പ്രശ്നം ഉണ്ടായാലും ടെക്നിക്കൽ സ്കൂളിൻ്റെ ഇടയ്ക്ക് പോയി അവിടെ നിന്ന് ആരെങ്കിലും വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുത്ത് അതൊരു വാർത്തയാക്കുക. നമ്മുടെ രവീന്ദ്ര മാഷിൻ്റെ സ്മാരകവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിൽ പോയിരുന്ന് അത് വലിയ മഹത്തായ സ്ഥാപനമാണ് എന്നുള്ള നിലയിലേക്കൊക്കെ വർത്തമാനം പറയും. പക്ഷേ തിരിച്ച് വന്നിട്ട് ഇപ്പുറത്തു നിന്ന് അതിനെതിരെ ടോക്ക് കൊടുത്ത് വാർത്തകളിൽ ഇടം നേടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഹോബി. ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സമിതിയെ അല്ലെങ്കിൽ ഫോറസ്റ്റ് മ്യൂസിയത്തിനെ കോടതി വിധിയെ മാനിക്കാതെ കോർട്ടലക്ഷ്യം നടത്തി ഈ സ്ഥാപനത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇദ്ദേഹം ചെയ്യുന്നത് എന്നുള്ള നിലയിൽ ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും, അതായത് ഹൈക്കോടതി രജിസ്ട്രാർ, അതുകൂടാതെ ബഹുമാനപ്പെട്ട കേരള ഗവർണർ, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട കേരള വനംവകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് സെക്രട്ടറി, ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, ബഹുമാനപ്പെട്ട ഹെഡ് ഓഫ് ദി ഫോറസ്റ്റ്, അതുപോലെ PCCF വിജിലൻസിന്, PCCF അഡ്മിനിസ്ട്രേഷൻ, PCCF ENTW, അതുപോലെ ചീഫ് കൺസർവേറ്റീവ് ഫോറസ്റ്റർ നമ്മുടെ സദേൺ CCF, പിന്നെ BFOയ്ക്ക്, ഒപ്പം ഇവിടുത്തെ ROയ്ക്ക്. അതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി കുളത്തൂപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയത്തിനുണ്ടായ നഷ്ടം. വർക്കിംഗ് ഡേയിൽ ഏകദേശം 2 മണിവരെ ആളുകളെ കയറ്റാതെ അതിൻ്റെ മുന്നിൽ സമരം നടത്തിയത് കോടതി വിധിയെ മാനിക്കാതെയാണ്. അങ്ങനെ കോടതി വിധിയെ മാനിക്കാതെ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി ഫോറസ്റ്റ് മ്യൂസിയത്തിനുണ്ടായ നഷ്ടം ടിയാനിൽ നിന്ന് ഈടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ പരാതി കൊടുത്തിട്ടുള്ളത്. നിലവിലെ സ്ഥിതി തുടരാമെന്ന ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ലംഘിച്ചുകൊണ്ട് മ്യൂസിയത്തിന് മുന്നിൽ ധർണ നടത്തുന്നവർക്കെതിരെ കോടതിയലക്ഷ്യത്തിന് കേസ് നൽകുമെന്നും സ്ഥാപനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തി വരുമാന നഷ്ടമുണ്ടാക്കിയാൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും വനസംരക്ഷണ സമിതി ഭാരവാഹികളായ കെ അനിൽകുമാർ, അജിമോൻ, രാജീവ, ജി രാജേന്ദ്രൻ എന്നിവർ പറഞ്ഞു. അതായത് ഞങ്ങൾക്ക് എന്ത് വേണം, അതായത് നിങ്ങൾക്ക് ട്രക്കിംഗ് വേണോ, നിങ്ങൾ കത്തെഴുതുക, ROയ്ക്ക് കത്തെഴുതുക, ശുപാർശ വരിക, ശുപാർശ വന്നാൽ ഞാൻ അനുവദിക്കാം. നിങ്ങൾക്ക് ഏരിയ ഓഫ് ഓപ്പറേഷൻ്റെ വനം വേണോ, നിങ്ങൾ കത്തെഴുതുക. അപ്പോൾ ഇവിടെ ഒരു ലോബി പ്രവർത്തിച്ചിട്ട് ആ ഒരു ലോബി നമുക്ക് ഏരിയ ഓഫ് ഓപ്പറേഷൻ്റെ വനം അനുവദിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഈ പ്രഭാത് കുമാർ വഴി ശ്രമിച്ചു. അതിൻ്റെ കാര്യം, ഏരിയ ഓഫ് ഓപ്പറേഷൻ നമുക്ക് വനം ഇല്ലെങ്കിൽ നിലവിൽ വനമില്ലാത്ത VSS എന്ന നിലയിലേക്ക് ഇപ്പം നമ്മുടെ ആൾക്കാർ ആരോപിക്കുന്ന ആ ആരോപണം ശരിയായി വരും. പക്ഷേ ഞങ്ങൾ 2023 ഏകദേശം സെപ്റ്റംബർ മാസം തൊട്ട് വനം വേണം, 200 ഹെക്ടർ വനം വേണം എന്ന് പറയുമ്പോഴും ഈ സെക്രട്ടറി വളരെ കൃത്യമായി ഇതൊഴിഞ്ഞു മാറി. ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിട്ടുകൊണ്ടാണ് ഒരു അവിയൽ പരുവത്തിലുള്ള ഒരു സമിതി ഉണ്ടാക്കി ഇദ്ദേഹം ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. അത് ആ നിലയിൽ തന്നെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നേരിടാനുള്ള എല്ലാ ശക്തിയും കരുത്തും VSSൻ്റെ കമ്മിറ്റിക്കുണ്ട്. അത് ആ നിലയിൽ തന്നെ പോകും. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് 1-2 BJPയുടെ നേതാക്കൾ, ആ BJPയുടെ നേതാക്കൾ എന്താണ് ഇതിൻ്റെ പുറകിൽ ചുറ്റിപ്പറ്റി നടക്കുന്നതെന്നുള്ളത് സംബന്ധിച്ചൊക്കെ കുറേ കൂടി കാര്യമായി ഗൗരവമായി ഈ സമിതി പറയും. അത് ജനങ്ങളുടെ മുമ്പിൽ, അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, നമുക്കൊന്നുകൂടെ കാണേണ്ടി വരും. അത് തീർച്ചയായും ആ നിലയിൽ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തുറന്ന് പറയും, തുറന്ന് കാണിക്കുകയും ചെയ്യും. അത് ഏത് നിലയിലാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഇത്രയും ഗംഭീരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, പല സ്ഥാപനങ്ങളും പൂട്ടിയതിൻ്റെ കൂട്ടത്തിൽ ഇതും പൂട്ടിക്കളയാം എന്നാണ് അദ്ദേഹം കരുതുന്നത്. എന്തായാലും ആ നിലയിൽ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഒരു കാരണവശാലും നമ്മുടെ നാട്ടിൻ്റെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ, വളർന്നു വരുന്നൊരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അതിനൊരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്നുള്ളത് നിങ്ങളുടെ കൂടെ എല്ലാവരുടെയും സഹകരണം ഇക്കാര്യത്തിലുണ്ടാകണം. കുളത്തൂപ്പുഴയിലെ എല്ലാ ജനവിഭാഗത്തിലുള്ള ആളുകളും ഇത് അംഗീകരിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഈ സ്ഥാപനം കണ്ടുപോകുന്ന മനുഷ്യൻ്റെ ഉള്ളിലെ സന്തോഷം, അവിടെ ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ആൾ എന്നുള്ള നിലയിൽ നമുക്ക് നേരിട്ടറിയാം. എല്ലാവരും വരുന്നു, ആ ഭക്ഷണം വലിയ ലാഭകരമായി ആ കഫറ്റേരിയ നടന്നു പോകുന്നു.
അപ്പോൾ ആ നിലയിൽ ഇതിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെ തീർച്ചയായും BSSൻ്റെ കമ്മിറ്റി എന്നുള്ള നിലയിൽ ഒറ്റക്കെട്ടായി ജനസമക്ഷത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ കൂടെ പിന്തുണ നേടിക്കൊണ്ട് ഞങ്ങൾ നേരിടും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.